മലയാളിയായ CV ആനന്ദബോസ് ബംഗാൾ ഗവർണറായി ചെന്ന കാലം തൊട്ട് അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ടും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ആയിട്ട് വലിയ പോരാട്ടത്തിലാണ്. ആശയപരമായ പോരാട്ടമാണ് പലപ്പോഴും. പരസ്പരമുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരായി ഗവൺമെൻറ് മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും കുറ്റാരോപണങ്ങൾ, ഇദ്ദേഹത്തിനെതിരായി ലൈംഗിക ആരോപണങ്ങൾ, കേസെടുക്കാനുള്ള ശ്രമം, അതിൻ്റെ ചെറുത്തുനിൽപ്പ് തുടങ്ങിയ വിവാദങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായൊരു ഇഷ്യൂ ഗവൺമെൻറ്റിനെതിരായി തീവ്രമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാജ്ഭവൻ കേന്ദ്രീകരിച്ചാണ് എന്നും അതിനുവേണ്ടി ആയുധങ്ങൾ പോലും സൂക്ഷിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്നത് രാജ്ഭവനിലാണ് എന്നും കല്യാൺ ബാനർജി, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്, പ്രമുഖനായ നേതാവാണ്, സുപ്രീം കോടതിയിലെ വലിയ സീനിയർ അഡ്വക്കേറ്റാണ്, ഇവരുടെ ഒരു വലിയ വക്താവാണ്. അപ്പോൾ അദ്ദേഹം അത് ഉന്നയിച്ചു. അത് ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത്, ഞാനിതാ പരസ്യമായി ലൈം ലൈറ്റിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുന്നു, മീഡിയ വരൂ, നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാർമ്മികത്വത്തിൽ ഈ രാജ്ഭവൻ മുഴുവനും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ കംപ്ലീറ്റ് പരിശോധന നടത്തുകയും പരിശോധനയിലൊന്നും കണ്ടു കിട്ടിയില്ല, ഒന്നും വ്യാജ ആരോപണമാണ്. എന്തായാലും ആ ഒരു ഷോ എനിക്കൊന്ന് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിനെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഗവർണറും കല്യാൺ ബാനർജി ആനന്ദബോസ് പോരാട്ടത്തെ TG എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതെ. അപ്പോൾ ഭരണകക്ഷി ഈ പറഞ്ഞ ബഹളങ്ങളെല്ലാം കാണിക്കും. ആദ്യം ബംഗാളിൽ ജഗദീപ് ധൻഖർ ആയിരുന്നു. അതെ അതെ, നമ്മുടെ വൈസ് പ്രസിഡന്റ്. ആ സംഘർഷം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തെ മാറ്റി വൈസ് പ്രസിഡൻ്റാക്കിയിട്ട് പ്രായണ ശാന്തസ്വഭാവിയായ ആനന്ദബോസിനെ അവിടെ നിയമിച്ചത്. ആനന്ദബോസ് തുടക്കത്തിൽ ക്ലാഷൊന്നുമില്ലാതെ കുറച്ച് കാലം ചെയ്തു. ബട്ട് മമതാ ബാനർജി ബേസിക്കലി ഒരു വഴക്കാളിയാണ്. എന്നുവെച്ചാൽ കൻടാങ്കറസ് എന്ന് പറയുന്ന ഒരു മോശം വാക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കും. ഈ നമ്മുടെ നാട്ടിൽ കൈതമുള്ളതെന്ന് പറയും, അങ്ങോട്ട് വിളിച്ചാലും മുറി. കാരണം 2 സെറ്റ് മുള്ളുകൾ ഒരു സൈഡിലേക്കും നടുക്കുള്ള മുള്ള് മറു സൈഡിലേക്കുമാണ് ഇരിക്കുന്നത് കൈതയ്ക്ക്. അപ്പോൾ എങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലും മുള്ളുകൊള്ളും. ഈ ഒരു സ്വഭാവം മമതാ ബാനർജിക്കുണ്ട്. അവരെ സമാധാനമായിട്ട് പറഞ്ഞും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല, ദേഷ്യത്തിലും പറ്റില്ല. അവർ പറഞ്ഞ കാര്യം സമ്മതിച്ചാലും അവർക്ക് ദേഷ്യം വരും, അവർ പറഞ്ഞ കാര്യം നിഷേധിച്ചാലും അവർക്ക് ദേഷ്യം വരും. നമ്മളവർ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചെന്ന് വെച്ചാൽ ഉടനെ അവർക്ക് സംശയമാകും, ഇയാൾ എൻ്റെ ഐഡിയ കടമെടുത്തിട്ട് ഇയാൾ വലുതാകാൻ പോവുകയാണ്, അതുകൊണ്ട് ആ ഐഡിയ അവർ ഡ്രോപ്പ് ചെയ്യുന്നിട്ട് അത് വേണ്ടെന്ന് പറയും. പക്ഷേ ഈ ജനപ്രീതിയുടെ അടിത്തറ എന്താ? ജനപ്രീതിയുടെ അടിത്തറ കുറേ അവരുടെ സ്വന്തം അടിത്തറ, മറ്റൊന്ന് CPMൻ്റെ അടിത്തറ കംപ്ലീറ്റ് തകർന്നുപോയി. ബംഗ്ലാദേശ് ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരുണ്ടല്ലോ, വോട്ടവകാശം മാത്രമുണ്ട്, പൗരത്വമില്ല. അങ്ങനെയുള്ളവരെല്ലാം CPMൻ്റെ കേഡറായിരുന്നു. ആ കേഡർ കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് മാറി, ഒഴുകി ഇപ്പുറത്തേക്ക് വന്നു. അതിന് നമ്മളെ ആ സിംഗൂർ പിന്നെ ടാറ്റ കേസ്, ആ സംഭവമാണ് ഒരു ടേണിംഗ് പോയിൻ്റ് ആയത്. അതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ബട്ട് ഒട്ടകത്തിൻ്റെ പുറത്തെ അവസാനത്തെ വൈക്കോലെന്ന് പറയാൻ പാടില്ല, വലിയൊരു കല്ലായിരുന്നു ഈ സിംഗൂറും നന്ദിഗ്രാം. ആ 2 സംഭവങ്ങളോടുകൂടി CPMൻ്റെ അടിത്തറ കംപ്ലീറ്റ് തകർന്നു. ഇവരെല്ലാം മമതാ ബാനർജിയുടെ കൂടെ പോയി. കാരണം മമതയുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് CPM പോലെയായിരുന്നു. തല്ലുക, കൊല്ലുക, വെട്ടുക, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അടിച്ചും പിടിച്ചും ബലാത്കാരം ഇത് ചെയ്ത് അങ്ങനെ ഉള്ള ഏർപ്പാടാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സംഘങ്ങൾ വെറുതെ അവരുടെ ലോയൽറ്റിയും കൊടിയും മമതയുടെ ഭാഗത്തേക്ക് മാറ്റി എന്നുള്ളതല്ലാതെ പ്രവർത്തിക്ക് യാതൊരു വ്യത്യാസമില്ല. മമതയും അടിപിടിയൊക്കെ ഒരുപാട് എനിക്ക് ഓർമ്മയുണ്ട്. ചരിത്രത്തിൽ ജയപ്രകാശ് നാരായണന്റെ കാറിന്റെ ബോണറ്റിൽ കയറി ഡാൻസ് ചെയ്യുന്നു. അവർ യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കും. ഒരുപാട് അവര് CPMകാർ മുടുക്കി പിടിച്ച് റോഡിലൂടെ വലിച്ചിട്ടുണ്ട്. ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു വന്ന സ്ത്രീ. അങ്ങനെ അവരൊരു റഫ് ക്യാരക്ടറായിട്ട് മാറി. അപ്പോൾ അവരുടെ കൂടെയുള്ള ഈ പറഞ്ഞ കല്യാൺ ബാനർജി ഇവരെല്ലാം തന്നെ സാർ നോക്കിയോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അബ്യൂസീവ് വാക്കുകൾ ഉപയോഗിക്കും. പക്ഷേ ഈ നീണ്ട പാർലമെൻ്ററി ലൈഫിൽ നിന്ന് അവരൊന്നും പഠിച്ചില്ലേ? കേന്ദ്രമന്ത്രിയായി ദീർഘകാലം, പിന്നെ ഇല്ല, അവർ പഠിച്ചില്ല എന്ന് മാത്രമല്ല പാർലമെൻറ്റിനോടൊരു പുച്ഛമാണ് അവർക്കുണ്ടായത്.
പക്ഷേ അവരെക്കുറിച്ച് സാറ് ഞാൻ ഒരു കാര്യം വായിച്ചത് നോക്ക്, പാർലമെൻ്ററി നടപടി സാറ് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നാൽ പാർലമെൻറ്റിനോട് ബഹുമാനം തോന്നുമോ പുച്ഛം തോന്നുമോ? അത് ശരിയാണ്. ഒരു സാമാന്യ മനുഷ്യന് അത് അവരുടെ മുഴുവൻ എം പിമാർക്കുണ്ട് ഏറെക്കുറെ. ഇത് എല്ലാ എം പിമാർക്കും ഇത് ഒരു തല്ലിപ്പൊളി ഏർപ്പാടാണ് എന്നാണ് അവരുടെ ഉള്ളിലുള്ളത്. ഒരു എം പിക്കും ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ പോയി കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് അടിപിടിയാണ്. പക്ഷേ അവർ ഒരു യുണീക്കായിട്ടുള്ള മാതൃക ഉണ്ട് അത്ര അവർക്ക്. സുധാപ്പ പോൾ എന്ന് എഴുതിയൊരു ജീവചരിത്രമുണ്ട്. ഞാൻ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഇന്ന് വരെ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് 5 പൈസ അവർ പറ്റുന്നില്ല അത്രേ. ആര്? മമതാ ബാനർജി. ആയിരിക്കാം. TA വാങ്ങുന്നില്ല, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ വാടക കൊടുക്കും, ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചാൽ വാടക കൊടുക്കും, പൈസ കൊടുക്കും. എന്നുവെച്ചാൽ അവരുടെ സ്വന്തം വരുമാനം കൊടുക്കും. പിന്നെ അത്രയല്ലേ ഉള്ളൂ ചിലവ്, കുടുംബമൊന്നും ഇല്ലല്ലോ. പിന്നെ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, എസ്കോട്ടില്ല. ഈ ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മേ ബി പേഴ്സണലി നിങ്ങൾ കഞ്ഞി മാത്രമേ കുടിക്കുകയുള്ളൂ, കഞ്ഞിയും പപ്പടവും മാത്രം മതി. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏർപ്പാടിന് ന്യായമാകുന്നില്ല. ഓക്കെ. ബംഗാളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് നമ്പറുകളുണ്ടാകും. പിന്നെ ഈ അനന്തബോസുമായിട്ട് എവിടെ മുതലാണ് കലഹിച്ചു തുടങ്ങുന്നത്? അനന്തബോസുമായിട്ട് നേരത്തെ തന്നെ ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളിൽ തന്നെയാണ്. ലോ ആൻഡ് ഓർഡർ, യൂണിവേഴ്സിറ്റി, മറ്റേ ആ ഒരു പെൺകുട്ടിയുടെ ബലാത്കാരം, അവർ ഗവർണറെ മൈൻഡ് ചെയ്യില്ല. അവരയച്ചു കൊടുക്കുന്ന കടലാസിൽ ഒപ്പിടാനുള്ള ഒരു മരപ്പാവയാണ് ഗവർണർ. അതിൽ കൂടുതലൊന്നും വേണ്ട. ബട്ട് ഈ അക്കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദി നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹമാണ് ഈ ഗവർണർ ഈസ് സംതിങ് എന്ന് ആദ്യമായിട്ട് ഭാരതത്തിൽ തെളിയിക്കുന്ന ഒരാൾ. ശരി. സാറ് നോക്കുക, അതിനു മുമ്പ് ഗവർണർമാരൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചതുപോലെ ഒരു സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടില്ല. രാജ്ഭവനിൽ പത്രസമ്മേളനം നടത്തിയ ആദ്യത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇന്ത്യയിൽ. ശരി. രാജ്ഭവനിലേക്ക് പത്രക്കാരെ ഞാൻ തന്നെ അന്തം വിട്ടു. അൺപ്രസിഡന്റഡ് സ്റ്റെപ്പായിരുന്നു. രാജ്ഭവൻ അതോടുകൂടി ഒരു ആക്റ്റീവ് സെന്റർ ആയില്ലേ കേരളത്തിലേക്ക് വന്നാൽ? അതെ, അദ്ദേഹം ആക്റ്റീവായി. അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിൽ നടന്ന് ഭയങ്കര ഷോ നടത്തിയില്ലേ. ആനന്ദബോസിൻ്റെ ഷോയൊക്കെ നമുക്ക് നിസ്സാരമാണ്. അതാണ് ശരിയായ ഷോ. റോഡിൽ ഇറങ്ങിയിട്ടാണ്. മറ്റത് രാജ്ഭവൻ്റെ ഉള്ളിലാണല്ലോ. ഇറ്റ് ഈസ് അണ്ടർ യുവർ കൺട്രോൾ. ഇത് പബ്ലിക് നോക്കി മിഠായി തെരുവിൽ ഇറങ്ങി ഹലുവ കഷ്ണമൊക്കെ തിന്ന് എന്തായിരുന്നു. കേരളത്തിലെ BJP നേതാക്കൾ ഞെട്ടിപ്പോയി. കാരണം ഈ ഗവർണർഷിപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹം BJPയിൽ കയറിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയായിട്ട് മാറും. അത്ര വലിയ ജനപ്രീതി. BJP നേതാക്കൾ പ്രാർത്ഥിച്ചിട്ട് ഈശ്വര ഇയാളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണേ. പക്ഷേ അദ്ദേഹവും അല്ല, ഇനി സംശയം ചോദിക്കുക, അദ്ദേഹം അതിനുശേഷം വന്നപ്പോൾ ആർലേക്കറായാലും ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കേന്ദ്രം സെൻറ്റർ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഒരു പിന്തുണ ഗവർണർക്ക് കൊടുത്തോ? ആരിഫിൻ്റെ കാര്യത്തിലായാലും ആർലേക്കറുടെ കാര്യത്തിലായാലും ഇല്ല. പിന്തുണ കൊടുക്കാൻ പോയാലും അത് കൂടുതൽ വഷളാകും. ആണല്ലേ? സാറ് നോക്കിക്കോളൂ, ഈ വഴക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ സത്യത്തിൽ ഗവൺമെൻറ്റും ഗവർണറും തമ്മിലല്ല, ഗവൺമെൻറ്റും ചാൻസലറും തമ്മിലുള്ള വഴക്കാണ് വഴക്ക്. അതെ അതെ, കറക്റ്റ്. ഗവർണറുമായിട്ട് വഴക്കില്ല സർക്കാരിന്. ചാൻസലർ സ്ഥാനത്ത് അത് അവിടെ ഇരുന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണ് ഈ വഴക്ക്. ഇപ്പോൾ സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ്? 10 യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിന് പുള്ളി ബില്ല്, അതായത് ഗവർണറുടെ അധികാരം, അവിടെയും ചാൻസലറാണ് ഗവർണർ. അതെ. ചാൻസലറുടെ അധികാരം കവർന്നുകൊണ്ട് ഇങ്ങനെ ബില്ല് പാസ്സാക്കി. ആ ബില്ല് ചാൻസലർ ഒപ്പിടുക. എനിക്കൊരു പവറും ഇല്ല എന്ന് പറഞ്ഞ് സാറ് ബില്ല് പാസ്സാക്കി ഞാൻ ഒപ്പിടണമെന്ന് നടക്കുന്ന കേസാണ്. സ്റ്റാലിൻ്റെ കേസും അതാണ്, പിണറായി വിജയൻ്റെ കേസും അതാണ്. അതല്ലാതെ സാറ് നോക്കും, മറ്റൊരു ബില്ലും ഇവരാരും ഒപ്പിടാതിരുന്നിട്ടില്ല. ബാക്കി നോർമൽ നമ്മുടെ വികസനം ഇത് പറയുമല്ലോ, കേരള ഗവർണർക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളമശ്ശേരി എന്ന് പറഞ്ഞിട്ട് ടെൻഡർ ഇറക്കുന്നു. ഈ സാധനങ്ങളൊന്നും തന്നെ അവർ പിടിച്ചപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക് പട്ടപ്പടയെന്ന് ഒപ്പിട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ അധികാരത്തിലേക്ക് കടന്നു കയറുമ്പോൾ അവർ ബില്ല് പാസ്സാക്കി. എന്ന് പറഞ്ഞാൽ ആനന്ദബോസിൻ്റെയും എൻ രവിയുടെയും ഒക്കെ ഉസ്താദ് നമ്മുടെ ഇദ്ദേഹമാണ്, ആരിഫ് ഖാനാണെന്ന് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ട്രെൻഡ് തുടങ്ങിയത് പിണറായി വിജയനാണ്. അതെ അതെ. ഈ ചാൻസലർ സ്ഥാനത്തേക്ക് കടന്നു കയറാൻ അതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കടന്നു കയറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചാൻസലർ എന്ന് പറഞ്ഞാൽ വെറും പഴം വിഴുങ്ങിയ അല്ല എന്ന് ആരിഫ് മുഹമ്മദ് തെളിയിച്ചു. ഈ അസർട്ടഡ് ഹിസ് പവർ. അതിനു മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഇരുന്ന കസേരയാണ്. അതെ അതെ, ശരിയാണ്. സദാശിവം ഒരു വിസ്പർ പോലും സൃഷ്ടിക്കാതെ പുള്ളി റിട്ടയർ ആയിപ്പോയി ഗവർണർ. കാര്യം എന്താ? സർക്കാരിന് അഹിതമായ ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല.
യൂണിവേഴ്സിറ്റി അത് സർക്കാരും വൈസ് ചാൻസലറും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് അതങ്ങ് നടത്തിക്കോളും. അത് റെഡിയായിട്ട് മേശപ്പുറത്ത് വരുമ്പോൾ ചാൻസലർ എന്നുള്ള സ്ഥിതിക്ക് ഒന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ ആർക്കും കേടില്ല. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമേ തന്നെ പിണറായി വിജയന് കത്ത് കൊടുത്തു, എന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക. പിണറായി വിജയൻ നോക്കിയപ്പോൾ എന്തിനും ഒഴിവാക്കണം, ഒരു പ്രശ്നമില്ല, ഇല്ല അങ്ങ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് മറുപടി കത്ത് കൊടുത്തു. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അസർട്ട് ചെയ്തു, പണിയെടുത്തു. അപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ എനിക്ക് കത്ത് തന്നു, ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ ബില്ല് പാസ്സാക്കുന്നു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ദിസ് കോൺട്രഡിക്ഷൻ ഇങ്ങനെ കൊടുക്കി. യെസ്. അപ്പോൾ അത്ര വലിയ സാമർഥ്യമല്ല, അത്രയും അധികാരങ്ങൾ ഗവർണറിൽ നിക്ഷിപ്തമാണ് എന്ന് ഭാരതത്തിൽ എല്ലാവർക്കും മനസ്സിലായി. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതുപോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാസ് ടേക്കൺ നോട്ട് ഓഫ് എവരിബഡി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ഇപ്പോൾ അദ്ദേഹത്തിനെ ബീഹാർ ഗവർണറാക്കി, അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെട്ടു, കേരളം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഈ എന്താണ് ഈ ബംഗാൾ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാവി അടുത്ത ഇലക്ഷൻ വരാൻ പോകുമ്പോൾ? മമതയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. മമത SIR-നെ എതിർത്തു വളരെ ശക്തമായിട്ട്. ബട്ട് SIR-നെ എതിർത്തവർ തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധി അടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോൾ SIR എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഏൽക്കുന്നില്ല ജനങ്ങളിൽ. വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ കുഴപ്പമെന്താ എന്നാണ് കൗണ്ടർ ചോദ്യം. ഓക്കെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ SIR എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക പുതുക്കലാണല്ലോ. അവസാനം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്നു, അതിൽ തെറ്റെന്താന്നേ? അല്ല, അതിൽ ഇത്ര പേരുടെ വോട്ട് പോയെങ്കിൽ അത് ചേർക്ക്. യെസ്. മഹാരാഷ്ട്രയിൽ ചേർത്തപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കി, ബീഹാറിൽ മാറ്റിയപ്പോൾ വഴക്കും. ഇതെന്താ സാമാന്യ ബുദ്ധിക്ക് ഇത് മനസ്സിലാകാത്ത കാര്യമാണ്. അപ്പോൾ SIR ആയിരുന്നു മമതയുടെയും വലിയൊരു ആയുധം. ആ ആയുധം ശരിയാവില്ല എന്ന് ബീഹാർ തെളിയിച്ചു. ഓക്കെ. എന്നാൽ ഈ ശരി SIR നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശി അഭയാർത്ഥികളെല്ലാം നുഴഞ്ഞുകയറ്റക്കാർ, അവരെല്ലാം ഇപ്പോൾ ബോർഡറിൽ 100-100 പേര് ഓടി അപ്പുറത്തേക്ക് പോകാൻ, ടെമ്പററി എങ്കിലും ബംഗ്ലാദേശിലേക്ക് കടക്കുക, SIR തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചു വരും. ഇതാണ് അവരുടെ. അപ്പോൾ ഇവർക്ക് ഇലക്ഷൻ്റെ സമയത്ത് ഇവരിവിടെ ഇല്ലെങ്കിൽ മമതാ ബാനർജി തോറ്റുപോകും. ചുരുക്കത്തിൽ SIR-നെ അനുകൂലിച്ചാലും എതിർത്താലും പ്രശ്നമാകും. ഇപ്പോൾ ഒരു മുദ്രാവാക്യം അവർക്കില്ല. ഇപ്പുറത്തു കൂടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് 71-ൽ വന്ന ഹിന്ദു അഭയാർത്ഥികളുണ്ട്, അവർക്കും പൗരത്വം കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ CAA വെച്ച് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ജോലികൾ ജാഗ്രതയായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.25 കോടി വോട്ടർമാരുണ്ടെന്നാണ് കണക്ക്. അത് BJPക്ക് മനസ്സിലായെന്ന് വെച്ചാൽ BJP ഈ പൗരത്വം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പൗരത്വ നിയമമൊക്കെ കൊണ്ടുവന്നല്ല. അപ്പോൾ ഈ മത്വാ സമുദായം കംപ്ലീറ്റ് കൂടടച്ച് BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെ BJPക്ക് 18 ലോക്സഭാ സീറ്റ് വരെ കിട്ടി. ബട്ട് ഇത് നടന്നെങ്കിലും CAA നിയമം പാസ്സാക്കിയെങ്കിലും ഇവർ ചട്ടം പാസ്സാക്കിയില്ല, ഒരുപാട്. അതുകൊണ്ട് പൗരത്വം കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 3 സീറ്റിലേക്ക് BJP ചുരുങ്ങി. കഴിഞ്ഞ 24-ലെ തെരഞ്ഞെടുപ്പ് 2-3 സീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ BJPക്ക് മനസ്സിലായി മത്വാ സമുദായത്തോട് കളിക്കരുത്, അവർക്ക് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. അവർ ഒറ്റ സ്ട്രോങ്, അവർക്കൊരു ലീഡറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പണ്ട് പുലയ സമുദായത്തിന് അയ്യങ്കാളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സം ഠാക്കൂർ, അയാൾക്ക് ഇവർ ആസാമിലൊക്കെ ഉണ്ട് മത്വാ സമുദായം. മൊത്തം അവർ 5 കോടി ഉണ്ടെന്നാണ് അവരുടെ അവകാശം. മമതാ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 1.25 കോടിയാണെന്നാണ്. എന്ത് വാങ്ങിക്കോട്ടെ, സബ്സ്റ്റാൻഷ്യൽ വോട്ട് അവരുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ മമതയുടെ വോട്ട് ബംഗാളിലേക്ക് പോവുകയും ബംഗ്ലാദേശിലേക്ക് പോവുകയും ചെയ്യും, BJPയുടെ വോട്ട് ധാരാളമായിട്ട് കൂടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ആ അവസ്ഥയിൽ ഒരു പാനിക് ഉണ്ട് ബംഗാളിൽ. അണ്ടർ റേറ്റ് ചെയ്യാനല്ല. എന്തായാലും മമതയ്ക്ക് ഒരു പരാജയം മണക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് പറയാം. അതെ. മാത്രമല്ല BJPക്ക് ഒരു പ്രസ്റ്റീജാണ് ബംഗാൾ. ഇത്രയും കാലമായിട്ട് അവർക്ക് തൊടാൻ പറ്റാത്തൊരു സാധനം. തെക്ക് അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്, കേരളം ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് തെക്കാണ്. മറ്റേ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഗുജറാത്ത് തുടങ്ങി ബംഗാൾ വരെ, ആസാം വരെ അവരുടെ കയ്യിലുണ്ട്, മേഘാലയ, അത് ഇതൊക്കെ. എന്നിട്ടും ബംഗാൾ അവർക്ക് ബാലികലായിട്ട് നിൽക്കുന്നു. അതൊരു ഒരു തവണയെങ്കിലും അവിടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള വാശി BJPക്കും ഉണ്ട്. BJPക്ക് തീർച്ചയായിട്ടും BJPക്ക് പ്രസ്റ്റീജുമാണ്.
മമതയ്ക്ക് ഒരു ബാറ്റിലുമാണ് ശരിക്കും. മമതയ്ക്ക് സർവൈവലാണ്. സർവൈവലാണ് തീർച്ചയായും. നമ്മൾ തോറ്റുകഴിഞ്ഞാൽ മമതയ്ക്ക് വേറെ എങ്ങും എങ്ങും പോകാനില്ല. കാത്തിരിക്കാം നമുക്ക് എന്തായാലും ടിജിയുടെ. അതേസമയം ഒരു കാര്യം ഫുട് നോട്ടായിട്ട് കൂടെ ചേർക്കുന്നത്, ഈ മമതാ ബാനർജി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു കേന്ദ്രത്തിൽ. അതെ, മന്ത്രിയായിരുന്നു. അവർക്ക് അത്ര വലിയ ദേഷ്യമൊന്നും ബി ജെ പിയോട് ഇല്ല, ഈ കാണിക്കുന്ന ദേഷ്യമൊന്നും ഇല്ല. അതും ഒരു ഫുട് നോട്ടായിട്ട് അവിടെ വെക്കണമല്ലേ. വിചിത്രമായ കൂട്ടുകെട്ടുകളുടെ സാധനമാണ് രാഷ്ട്രീയം. ഒരുപക്ഷെ കോൺഗ്രസ് CPM-ഉം തോറ്റുപോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ആകാവുന്നത് BJP-യോടാണ് അല്ലേ. ഓക്കെ, അത് നോട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. നന്ദി ടിജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.